ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച പെണ്ണാണവരെ. ഹബീബിന്റെ കൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ വിഷമതകളിലും കൂടെ നിന്നവർ. സൂഖുദിൽ മജാസിൽ അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹി തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ ജനങ്ങളെ, നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾ വിജയിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കൂ എന്ന് ആ അങ്ങാടിയിൽ പറഞ്ഞു നടന്നപ്പോ ഓരോരുത്തരും വന്ന് അടിക്കുകയും ഹബീബിനെ പ്രഹരിക്കുകയും ചെയ്തപ്പോ നബിയുടെ തലയിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാൻ കാരണം അതാണ്. അവരുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയവരാണ്. എന്നാൽ ഹബീബിന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തായിരുന്നു സ്ഥിതി? എത്ര ഭംഗിയുള്ള മോളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ നടന്നു വരുമ്പോൾ റളിയല്ലാഹു അൻഹ ഹബീബ് നടന്നു വരുന്ന പോലെ ഫാത്തിമ ബീവിയുടെ ചിരി അല്ലാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരി പോലെ മനോഹരമായിരുന്നു. ഫാത്തിമ ബീവിയുടെ തൊലി നിറം അല്ലാഹുവിന്റെ റസൂലിന്റേതുപോലെയായിരുന്നു. അതിസുന്ദരിയായിരുന്ന, എന്നാൽ ഈമാനികമായ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് ഉയർന്നു വന്ന മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്തിരുന്ന മഹദിയാണ്. മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്ത് പൊടി പുരണ്ടിട്ടുണ്ട്. അടുപ്പിലൂതിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖം കറുത്തുപോയിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും. അലി തങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം ചുമന്നിട്ട് ഫാത്തിമ ബീവിയുടെ തോളിൽ കല വീണിട്ടുണ്ട്. മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് തഴമ്പുണ്ടായിട്ടുണ്ട്. ആർക്കാണിത്? മുത്തനബിയുടെ മോൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ, സഹോദരി, കല്യാണം കഴിഞ്ഞു പോകുമ്പോഴേക്കും സീരിയലിലും സിനിമയിലും കാണുന്ന പോലെ ഞാൻ കയ്യും കാലും കെട്ടിയിരിക്കാൻ വന്നവളാണ്, ഞാനിവിടെ പണിയെടുക്കാൻ വന്ന നിങ്ങളുടെ വേലക്കാരിയല്ല എന്നൊന്നും പറയല്ല മോളെ. നിന്റെ മുമ്പ് ഇതൊക്കെ പറയാൻ അധികാരമുണ്ടായിരുന്നൊരു പൊന്നുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അധ്വാനിച്ചവരാണ്. അവർക്ക് പറഞ്ഞുകൂടെ, ഞാൻ മുത്തുനബിയുടെ മോളല്ലേ, എന്നെ പറ്റിയല്ലേ നബി തങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞത്? എന്താ ആ പ്രിയപ്പെട്ട മോള് അടുപ്പിലൂതിയിട്ട് മുഖത്ത് വെണ്ണീർ വന്ന് പുക വന്ന് മുഖത്തിന്റെ ശോഭ പോലും മങ്ങിപ്പോയിരുന്നു. ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വെള്ളം കൊണ്ടുവന്ന് ചുമന്നിട്ട് ചുമലിൽ തഴമ്പ് വീണിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് രണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്, അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ കൈകളിൽ ആസുകല്ല്, ഗ്രൈൻഡറിന്റെ കല്ല് ഉരസിയിട്ട് കൈകളിൽ മുഴുവനും മുറിവായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആ കഷ്ടപ്പാടിനിടയിലാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായ രണ്ട് ബാലന്മാര്, മഹാന്മാരായ രണ്ട് സുഹാബിമാര്, ഹബീബിന്റെ പേരക്കിടാങ്ങളെ ഉമ്മത്തിന് സമ്മാനിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. കഷ്ടപ്പാടിനിടയിലാണ്, വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാവ് നിന്റെ മോളാം ഫാത്തിമ, നിന്റെ രണ്ട് മക്കളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തർബിയത്ത് ചെയ്ത ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക അവരല്ലയോ മാതൃക. വഫാത്താകാൻ കിടക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വയസ്സ് 20 21 ആയപ്പോഴാണ്. 20 21 വയസ്സ്. അത്രയും ചെറുപ്പത്തിൽ വഫാത്തായ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലായിരുന്നു. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് വഫാത്താകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പ മരിച്ചുപോയതിന്റെ ശേഷം ചിരിച്ചിരുന്നില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. മരിക്കാനായപ്പോ വല്ലാത്ത വിഷമം വന്നു. ഉപ്പയെ കാണണമെന്ന് കൊതി തോന്നി തുടങ്ങി. 6 മാസമാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത്. മരിക്കുമ്പോ 21 വയസ്സ്. അതൊക്കെ ഒരു മരിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? കല്യാണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ പോകുമ്പോൾ തൊട്ടരികത്ത് നിൽക്കുകയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്ത് നിൽക്കുന്ന അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസ്മാ ബീവി, അസ്മാ ബിൻതു ഉമൈസ് എന്നവരെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ജഅഫർ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ.
അസ്മാ ബീവിയോട് ചോദിക്കുന്നു, ഇത് സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവിയല്ല, ഉമൈസ് എന്നവരുടെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻത് ഉമൈസ്. എന്താ ചോദ്യം എന്നറിയോ? ഫാഷനുകൾ മതിയാവാതെ ടെക്സ്റ്റൈൽസുകളിൽ കയറിയിട്ട് ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ല മോഡല് 2, 3, 4 മണിക്കൂറുകൾ ഒരു ടെക്സ്റ്റൈൽസ് തന്നെ കയറിയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും എടുത്തും മടക്കിയും വെച്ച് മതിവരാതെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വീണ്ടും കയറി, മതിവരാതെ വീണ്ടും കയറി ഇറങ്ങി, ഇവിടുന്ന് പിന്നെ അങ്ങ് കോഴിക്കോട്ടേക്ക് വണ്ടി വിളിച്ചു പോയി, അവിടുന്നും ഫാഷൻ മതിയാവാതെ അങ്ങ് തലശ്ശേരിയിൽ പോയിട്ട് ചുരിദാറ് കൊണ്ടുവരുന്ന പെണ്ണേ. മോഡലുകൾ എത്രയാ നമുക്ക് മോഡലിനെ സംബന്ധിച്ചുള്ള ഭ്രമം. ഏത് വസ്ത്രമാണ് വേണ്ടതെന്നറിയില്ല. ഒരു ഷോപ്പുകാരന്റെ മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ അങ്ങ് താഴേക്ക് ഇട്ടുകൊടുത്താലും ഇതൊന്നും എനിക്ക് ഫാഷൻ പിടിച്ചില്ല എന്ന് പറയുന്ന പെങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ പോകുന്ന വാക്ക്, അസ്മാ ബീവി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്താണ് സങ്കടം? ഒന്നുമല്ല അസ്മാ, ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ, എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപ്പ മരിക്കുമ്പോ ഞാനാണ് ഉപ്പയുടെ കൂടെ ആദ്യം വരാൻ പോകുന്നത്. എനിക്ക് ഈ രോഗത്തിൽ അല്ലാഹു മരണം നൽകുകയാണെങ്കിൽ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടില് ഒരു പലകയല്ലയോ, ഒരു പലകയിലല്ലയോ കൊണ്ടുപോകുന്നത്? ആ പലകയിൽ എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ സ്വഹാബികളായ ആണുങ്ങൾ എന്റെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും നീളവും അവർ കാണുകയില്ലയോ അസ്മാ? അത് പുരുഷന്മാർ കാണുകയില്ലയോ അസ്മാ? അത് ഓർത്തുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി വരുന്നു, മരിക്കാൻ പേടി തോന്നുന്നു. എന്താ പേടി? മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോ, മയ്യത്ത് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ, ആ കഫൻ ചെയ്ത ശരീരം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകളോ മറയോ ഇല്ലാതെ കേവലം ഒരു പലകയുടെ മുകളിൽ മാത്രം കിടത്തിയാണെന്ന് ജനാസ കൊണ്ടുപോയിരുന്നത്. എനിക്ക് മടിയാവുന്നു അസ്മാ, ഞാനൊരു പെണ്ണല്ലേ, ചെറുപ്പക്കാരിയല്ലേ. എന്റെ ശരീരത്തിന്റെ നീളവും എന്റെ ശരീരത്തിന്റെ വണ്ണവും അന്യപുരുഷന്മാർ നോക്കിക്കാണില്ലയോ അസ്മാ? ഇത് പറഞ്ഞ മോളാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ, 21 വയസ്സിൽ വഫാത്താകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, എന്റെ പെങ്ങളെ, സഹോദരി, ഒന്നോർക്കണേ, പറയുന്നത് കല്യാണത്തിന് പോകുന്ന വസ്ത്രത്തെക്കുറിച്ചല്ല. അങ്ങാടിയിലൂടെ നടക്കുമ്പോ ആളുകൾ കാണുമോ അല്ലേ? ഇതല്ല വിഷയം. മരിച്ചു പോകുമ്പോ, ജനാസ കൊണ്ടുപോകുമ്പോ എന്റെ ജനാസയെ നോക്കി പുരുഷന്മാർ ഒരു പെണ്ണിന്റെ ശരീരം കാണുന്ന അവസ്ഥ വരികയില്ലയോ? അസ്മാ ബീവി പറഞ്ഞു, ഫാത്തിമ, എനിക്കൊരഭിപ്രായമുണ്ട്. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരാണ്, എനിക്ക് എത്യോപ്യയിൽ പരിചയമുണ്ട്. അവിടുത്തെ ആളുകൾ ജനാസ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകൾ കൊണ്ട് മറച്ചു വെച്ച, തലഭാഗത്തും കാൽഭാഗത്തും മറവുള്ള ഒരു പെട്ടി പോലെ, എന്നാൽ മേൽഭാഗം മറക്കാതെ ഉള്ള ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലാണ് ഈ പറയുന്നത്. അങ്ങനത്തെ കട്ടിലിലാണ് അവർ ജനാസ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? ഇഷ്ടമാകുമോ? ഒന്ന് കാണിച്ചു തരൂ അസ്മാ, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്ന പോലെ സൈഡിലും കാൽഭാഗത്തും തലഭാഗത്തും ചെറിയ പീസുകൾ വെച്ച്, വലിയ പീസുകൾ സൈഡിൽ വെച്ച് ഒരു പെട്ടി പോലെ ആക്കിയതു. ഫാത്തിമ, ഇങ്ങനെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരഭാഗം ആരും കാണില്ല. അത് മതിയോ? തൃപ്തിയായോ? റളീതു, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഫതബസ്സമത്. ഉപ്പയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യവും അവസാനവുമായി ചിരിച്ചത്, ഞാൻ പോകുന്ന വാഹനം, എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ സൈഡിൽ മറവുകൾ ഉള്ളതാണല്ലോ എന്നറിഞ്ഞപ്പോഴാണ്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡിൽ തടയുള്ള മറവുള്ള മയ്യത്ത് കട്ടിലിൽ ആദ്യമായി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയത് ഹബീബിന്റെ പൊന്നുമോളാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ഈ മാതൃകകൾ നമ്മുടെ മക്കൾ കൊച്ചുപ്രായത്തിൽ പഠിച്ച് അവരെ നല്ല ഉമ്മമാരായി, അച്ചടക്കമുള്ളവരായി, പുരുഷന്മാരുടെ അറ്റൻഷൻ സ്വീകരിക്കാൻ തുനിഞ്ഞു നടക്കുന്നവരല്ലാതെ, പുരുഷന്മാരെ ആകർഷിക്കണമെന്ന ലക്ഷ്യമില്ലാതെ, പുരുഷന്മാരുടെ മുമ്പിൽ അവര് സൗന്ദര്യകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നവരല്ലാതെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന നല്ല മക്കളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത്. അവരാണ് ഈ സമൂഹത്തിന് ഉപകാരികളായ തലമുറകളെ കൈമാറി വന്നത്. അതുകൊണ്ട് ഉമ്മമാർ നന്നാവണം. ഉമ്മമാരിൽ ദീനീ ബോധമുണ്ടാവുകയും അവരല്ലാഹുവിനെ ഭയപ്പെടുന്നവരാവുകയും സ്വന്തം മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ ഒക്കെ അച്ചടക്കത്തിൽ വളർത്തുകയും ചെയ്ത് ദീനിന്റെ ചുണക്കുട്ടികളായി
മക്കളായി കൊണ്ടുവരാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ്. ഇത് ഈ ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിജയത്തിന്റെ വഴിയിലെ അവസാനവും പ്രധാനവുമായൊരു തത്വമാണ്. അല്ലാഹു നമ്മുടെ പെൺമക്കൾക്ക് ഏറ്റവും നല്ല ഇൽമും തഖ്വയും ഈമാനും ഹയാഉം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.